കഴിഞ്ഞ ദിവസം തെന്നിന്ത്യ ഒട്ടാകെ ആഘോഷമാക്കിയ ഒരു വാർത്തയായിരുന്നു നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. അതിൽ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി നടത്തിയ ഒരു പ്രസ്താവന അത് കേട്ടപ്പോൾ അതിൽ ഒരു പ്രതികാര ബുദ്ധിയുടെ നടപടി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് തോന്നിപ്പോയി. കാരണം ഇവിടെ അല്ലു അർജുൻ ചെയ്ത തെറ്റെന്താണ്? അപകടത്തിൽ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് അദ്ദേഹം ധനസഹായം നൽകാമെന്ന് പറഞ്ഞതാണോ ഇവരുടെയൊക്കെ കണ്ണിലെ തെറ്റ്? അദ്ദേഹം ഒരു കൊലപാതകിയോ തീവ്രവാദിയോ ഒന്നുമല്ല, മറിച്ചൊരു നടൻ മാത്രം. ഒരു തലത്തിൽ ചിന്തിച്ചാൽ രാഷ്ട്രീയമായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അദ്ദേഹത്തോട് ഇങ്ങനെ കാണിച്ചതെന്ന് തോന്നിപ്പോവും. അതോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നാടകം കാണിക്കുന്നതും? അല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം എന്നാണ് പൊതുജനാഭിപ്രായവും. മാത്രവുമല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ആരാണ് എങ്കിൽ എത്ര വലിയ കൊമ്പത്തെ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ അത് അനുഭവിക്കുക തന്നെ വേണം. ഇവിടെ പക്ഷേ നേരെ മറിച്ചാണ് നടക്കുന്നത്. എടുപിടിയെന്നൊരു അറസ്റ്റും അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ കയറി ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ്, സ്വന്തം വസ്ത്രം പോലും മാറാൻ, ഇട്ടിരുന്ന വസ്ത്രം പോലും മാറാൻ അനുവദിക്കാതെയായിരുന്നു അവർ അറസ്റ്റ് ചെയ്തതും. ഇവിടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അല്ലു എന്നത് കേവലം ഒരു തെലുങ്ക് സ്റ്റാർ അല്ല, മറിച്ച് ഇന്ത്യൻ ഫയർ ബ്രാൻഡ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ലോകോത്തര ക്ലാസിക് ഒന്നുമല്ല, അസൽ കച്ചവട സിനിമകൾ തന്നെയാണ്. പക്ഷേ ആ സിനിമയുടെ മാർക്കറ്റ് വാല്യൂ സിനിമ എന്ന വൻ വ്യവസായത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ അഭിനയം മികച്ചത്, നമ്പർ 1 എന്നൊന്നും പറയാൻ വയ്യ. പക്ഷേ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകന് വയറ് നിറച്ച് കൊടുക്കാനുള്ള ഫുൾ പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അയാൾ അവർക്ക് നൽകുന്നുണ്ട്. ശങ്കരാഭരണവും സാഗര സംഘവും പിന്നീട് ഗീതാഞ്ജലി, എ ഹീറോ എന്നിവയിൽ ഒതുങ്ങിയിരുന്ന തെലുങ്ക് സിനിമാ സ്നേഹം ഇവിടെ കേരളത്തിൽ ഒരു ജ്വരമാക്കി മാറ്റിയത് ഈ പയ്യന്റെ വരവോടുകൂടി എന്ന് പറയേണ്ടി വരും. അതും കൃത്യം 20 കൊല്ലം മുൻപ്. ആര്യ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ യൂത്തിന് മുന്നിലെത്തിയ സ്റ്റൈലൻ പയ്യൻ തീർത്തും ഓളം വളരെ വളരെ വലുതാണ്. പിന്നീട് അല്ലു പടങ്ങൾ ഓരോന്നിനും ഇവിടെ കിട്ടിയ വമ്പൻ വരവേൽപ്പ് എന്നത് ആർക്കും അറിയാവുന്നതാണ്. അല്ലു അർജുൻ മല്ലു സോൺ അർജുനായി മാറിയപ്പോൾ അല്ലുവിനും ഈ നാട് പ്രിയപ്പെട്ടതായി. നമ്മുടെ നാടിൻ്റെ ദുരിതകാലത്ത് ഒക്കെയും തന്നെ കൂടെ നിന്ന് ചേർത്ത് പിടിച്ച മറുനാടൻ താരങ്ങളിൽ പ്രധാനി ഈ ഫയർ ബ്രാൻഡ് തന്നെ. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് സന്ധ്യ തിയേറ്ററിൽ നടന്ന ദുരന്തം ആത്യന്തം വേദനാജനകം. പുഷ്പ 1 എന്ന ഇൻഡസ്ട്രിയൽ മെഗാ ഹിറ്റിന് ശേഷം വരുന്ന അതിൻ്റെ 2ാം ഭാഗം റിലീസ് ചെയ്യുന്ന തിയേറ്ററിൽ ഇത്രയും ഫയർ ബ്രാൻഡ് ഉള്ള താരം എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന തിരിച്ചറിവ് അധികാരികൾക്കല്ലേ ഉണ്ടാവേണ്ടത്? എങ്കിലും ചെയ്ത പിഴവിൻ്റെ ധാർമ്മികത ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാതെ തൻ്റെ പിഴവ് എടുത്തു പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം നിന്ന് അല്ലു എന്ന മനുഷ്യനോട് ഇന്നലെ സ്റ്റേറ്റ് കാണിച്ചത് തികഞ്ഞ മര്യാദകേട് തന്നെയാണ്. നിയമപരമായി അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നത് തെറ്റല്ല. രേവന്ത് റെഡ്ഡി പറഞ്ഞത് എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒന്നാണ് എന്ന പറഞ്ഞ ആ ഒരു വാദത്തിനോട് ആശയപരമായി യോജിക്കുന്നു. അപ്പോൾ പോലും അല്ലുവിനോട് ചെയ്ത പ്രതികാര നടപടി എന്ന് തോന്നുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടിട്ടും ആ അറസ്റ്റ് കൃത്യമായി വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുത്ത നീതി നിർവഹണം കണ്ടിട്ടുമൊക്കെയാണ്. വീട്ടിനുള്ളിൽ കയറി ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ഒരു തീവ്രവാദിയോ കൊലപാതകിയോ ഒന്നുമല്ല. ഇന്നലെ തന്നെ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടും അതിൻ്റെ കോപ്പി എത്തിക്കാൻ വൈകിപ്പിച്ചു. ഒരു ദിവസമെങ്കിലും അദ്ദേഹം അകത്ത് കിടക്കട്ടെ എന്ന മനോനില എല്ലാവർക്കും. നീതി എന്ന നേർബുദ്ധിയല്ല രേവന്ത് റെഡ്ഡി, അത് പ്രതികാര ബുദ്ധി മാത്രമാണ്. അത് കേവലം ഒരു ഒറ്റ ബുദ്ധിയായി പോയി എന്ന് പറയേണ്ടി വരും. ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരം. ഒരിക്കൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് ബോളിവുഡ് സിനിമകൾ എന്നതായിരുന്നു. ഇന്ത്യൻ സിനിമ എന്നത് ബോളിവുഡിനും കപൂർ ഫാമിലിക്കും പിന്നീട് ബച്ചൻ ഖാൻ ത്രയങ്ങൾക്കും പിന്നാലെ നടന്നിരുന്ന കാലത്ത് നിന്നും ബാഹുബലി, RRR, KGF പോലുള്ള ബ്രഹ്മാണ്ഡ തെന്നിന്ത്യൻ സിനിമകൾക്ക് പിന്നാലെ എത്തിയപ്പോൾ പൊളിച്ചെഴുത്ത് സംഭവിച്ചത് ഇന്ത്യൻ സിനിമ മീൻസ് ഹിന്ദി സിനിമ എന്ന സങ്കല്പത്തിനായിരുന്നു. ഇപ്പോൾ 8 ദിവസം കൊണ്ട് പുഷ്പ 2 നേടിയ 1100 കോടി കളക്ഷൻ കാണിക്കുന്ന തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയുടെ പവർ. ആ പവറിന് പിന്നിലെ പവർ ബാങ്കിന് നിലവിൽ ഒരേ ഒരു പേര്: അല്ലു അർജുൻ എന്ന ഫയർ ബ്രാൻഡ്. ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. അതേസമയം ഈ വിഷയത്തോട് പ്രതികരിച്ച് നിരവധി BJP നേതാക്കളും രംഗത്ത് വന്നിരുന്നു. സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് സിനിമാ താരം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതൃത്വത്തിനുള്ള
തെലങ്കാന സർക്കാരിനെ വിമർശിച്ച് മുതിർന്ന BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ ബന്ദി സഞ്ജയ് കുമാർ രംഗത്ത് വന്നിരുന്നു. സർക്കാരിന്റെ പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് സംസ്ഥാന സർക്കാർ നടനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തതെന്നും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. ഒരു കാലത്ത് ദുർഭരണം നടത്തി സംസ്ഥാനം കൊള്ളയടിച്ചവർ സ്വതന്ത്രമായി നടക്കുമ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ദേശീയ അവാർഡ് ജേതാവായ ഒരു നടനെ അവർ അറസ്റ്റ് ചെയ്തു. അവരുടെ കഴിവുകേടിനെ സെൻസേഷണലിസം മറക്കില്ല. കോൺഗ്രസിന്റെ നിരാശാജനകമായ നാടകം രാജ്യം മുഴുവൻ കണ്ടു. തെലങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ നടപടികളെ സഞ്ജയ് കുമാർ നിശിതമായാണ് വിമർശിച്ചത്. നേരെ കിടപ്പുമുറിയിൽ പോയി അറസ്റ്റ് ചെയ്യണോ? അദ്ദേഹം ചോദിച്ചു. വസ്ത്രം മാറാൻ അനുവദിക്കാതെയാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലു അർജുൻ തെറ്റുകാരനല്ല എന്നും സന്ധ്യ തിയേറ്ററിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസ് വകുപ്പിനെയാണ് ഏൽപ്പിക്കേണ്ടതെന്നും BJP MLA കൂടിയായ രാജ് സിംഗ് എക്സിൽ കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.